ഇപ്പോൾ മനോരമ ന്യൂസ് കോൺക്ലേവ് സമാപന വേദിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സംസാരിച്ചു. സുരേഷ് ഗോപി കലിപ്പിലാണ് മാധ്യമങ്ങളോട് എന്നുള്ളതാണ് പൊതുവെ ഒരു ചിന്ത. ആണോ? ന്യായമില്ലാത്ത എതിരൊലിയുമായി ആര് വന്നാലും ഞാൻ ഇനിയും കലിപ്പിൽ തന്നെ ആയിരിക്കും. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, ആരോപണങ്ങളിൽ ന്യായമുണ്ടാവണം. എന്നോട് ചോദിക്കപ്പെടേണ്ടതായ ചോദ്യങ്ങൾക്ക് ന്യായമുണ്ടാവണം. അതുന്നയിക്കുന്ന മുഹൂർത്തത്തിന് ന്യായമുണ്ടാവണം. ന്യായം വേണം. തല്ലാനും തർക്കിക്കാനും ന്യായം വേണം. മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ കേന്ദ്രമന്ത്രി, MP എന്നുള്ളതൊക്കെ മറന്നിട്ട് പഴയ ആക്ഷൻ ഹീറോ ആയി മാറുന്നുണ്ടോ? ഒരിക്കലുമില്ല. മനുഷ്യനാവണം എന്നതല്ലേ വലിയ ലോക തത്വം തന്നെ പറയുന്നത്. മനുഷ്യനാകണം അല്ലേ? അത് നിങ്ങൾ നമുക്ക് കിട്ടുമെന്ന് താങ്ങിയതാണല്ലേ. ഞാൻ ആ പച്ച മനുഷ്യനാണ്. ഞങ്ങളും മനുഷ്യരാണ്, മാധ്യമപ്രവർത്തകർ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഞങ്ങളുടെ തൊഴിലാണ് ചെയ്യുന്നത്. ഞാൻ കടന്നുകയറ്റത്തിന് വന്നിട്ടില്ലല്ലോ. ചില മര്യാദകളില്ലേ, അത് പാലിക്കപ്പെടേണ്ടതല്ലേ? അതൊന്നും എനിക്കറിയാൻ മേല. ഞാൻ നിങ്ങളുടെ ലൈൻ ക്രോസ് ചെയ്യുന്നില്ല, എൻ്റെ ലൈനും ക്രോസ് ചെയ്യാൻ പാടില്ല. വളരെ കറക്റ്റ്. എനിക്കും എൻ്റെതായ ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഉണ്ട്. ആ പറയുന്നത് ന്യായമാണ്. നിങ്ങളെപ്പോഴും അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്നവരല്ലേ, അവകാശം നേടിക്കൊടുക്കുന്നതിന് വേണ്ടി പൊരുതുന്നവരല്ലേ. എൻ്റെ അവകാശം ധ്വംസിക്കാൻ എന്തിനാണ് വരുന്നത്? ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? മിസ്റ്റർ, നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒക്കെ ചർച്ച ചെയ്യുന്ന ജനാധിപത്യ രാജ്യത്താണ്. വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കണം. ആ വ്യക്തികളുടെ കൂട്ടത്തിലും ഞാനും ഒരു വ്യക്തിയാണ്. മാധ്യമപ്രവർത്തകരുടെ ശബ്ദത്തെ ജനങ്ങളുടെ ശബ്ദമായി അങ്ങ് കാണുന്നേയില്ല? ഒരിക്കലുമില്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അപ്പോൾ അങ്ങ് മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഇല്ലല്ല, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണെന്നൊന്നും പറയരുത്. നിങ്ങളത് ദുസ്വാതന്ത്ര്യമാണെന്ന് ഞാൻ പറയും. വണ്ടി എടുക്കട്ടെ മോളെ. ഇപ്പൊ നടക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് തമിഴിൽ ഇതിന് പറയുന്നത് ചക്കളത്തി പോരാട്ടം എന്ന് പറയും. ഇവിടെ ചോദിക്കുക, അതിനുത്തരം നേടുക, എവിടെയാണ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറ്റുന്നത് അവിടെ പോയി അത് വിളമ്പുക, അവിടുന്ന് അവരുടെ പക്ഷം പറയും, തിരിച്ചു വന്ന് വീണ്ടും ഇവിടെ. ആ ബിയർ വേണമെന്ന് സിപ്പ് ചെയ്തു, ആ ചമ്മലങ്ങ് മാറിക്കോട്ടെ. മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എല്ലാമല്ലായിരിക്കാം, പക്ഷേ ബഹുഭൂരിപക്ഷം ചോദ്യങ്ങളും ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളല്ലേ. ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ പോലീസ് ചോദിക്കും, കോടതി ചോദിക്കും. മനസ്സിലായി? കോടതിയുടേതാണ് ജനങ്ങൾക്ക് ആവശ്യമുള്ള നിർണയം. പത്രപ്രവർത്തകർക്ക് കോടതിയാവാനൊക്കത്തില്ല, ജഡ്ജാവാനൊക്കത്തില്ല, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് ആവാനൊക്കില്ല. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. പഠിച്ചു നോക്ക്. കുറച്ചുകൂടി കാര്യങ്ങളെ മുൻവിധിയോടെ കാണുന്നത് കൊണ്ടല്ലേ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. എങ്ങനെ കേട്ടില്ലേ? കാര്യങ്ങളെ മുൻവിധിയോടെ കാണുന്നത് കൊണ്ടല്ലേ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. ഇയാൾ ഒരുപാട് പണി ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ ഭരണഘടന അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്, മാധ്യമ സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്. അതിനെ അങ്ങ് മാനിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ജനങ്ങളെ ഞാൻ മാനിക്കും. ആ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന തരത്തിൽ മാധ്യമ പ്രവർത്തനം പോയാൽ, നിങ്ങൾ ഇത്തരം ചില മാധ്യമങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരമുണ്ട്. ആ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന തരത്തിൽ മാധ്യമ പ്രവർത്തനം പോയാൽ അതിനോടൊപ്പം എനിക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ല. ദിവസം ഒരു കൊലപാതകമോ ബലാത്സംഗം ഇല്ലെങ്കിൽ പത്രം എങ്ങനെ ലൈവാകും? അറ്റ്ലീസ്റ്റ് ഒരു പീഡനമെങ്കിലും വേണ്ടേ? എനിക്ക് വിഷയമല്ലല്ലോ എന്നെ പ്രകോപിപ്പിക്കുന്നത്. നിങ്ങളുടെ ഒരു നിശ്ചയമുണ്ട്, ആ നിശ്ചയത്തെയാണ് ഞാൻ എതിർക്കുന്നത്. അയാൾ പറയണത് പോയിന്റ് അല്ലേ? അതായത് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് എപ്പോഴും ഉത്തരം പറഞ്ഞുകൊള്ളണം എന്നുള്ള ബാധ്യത ഇല്ല. നിങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരത്തിന് ഞാനത് സ്വയംവിമർശനം നടത്താനാണെന്ന്. അപ്പൊ ഞാൻ പോട്ടെ, എനിക്ക് പോയിട്ട് ആളെ കാണാണ്ട്.